മുഴുവൻ ഇനിയുള്ള രാവുകൾ മുഴുവൻ ക്രിക്കറ്റിന്റെ ആവേശത്തിനായി നമുക്ക് കൺപാർത്തിരിക്കാം. എൽദോപോൾ പുതുശ്ശേരിയുടെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. എന്തായാലും IPL പൂരം തുടങ്ങാനിരിക്കെ ഇന്ന് ആരംഭിക്കുമ്പോൾ ഏറെ ചർച്ചയാകുന്നത് ചഹലിന്റെ ഒരു വെളിപ്പെടുത്തലാണ്. 2011 മുംബൈ ഇന്ത്യൻസ് താരങ്ങളിൽ നിന്ന് നേരിട്ട ദുരനുഭവം വെളിപ്പെടുത്തുകയാണ് ലെഗ് സ്പിന്നർ യുസവേന്ദ്ര ചഹൽ. ചാമ്പ്യൻസ് ലീഗ് കാലഘട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിലെ സഹതാരങ്ങൾ തന്നെ ഉപദ്രവിച്ചെന്നായിരുന്നു ചഹലിന്റെ വെളിപ്പെടുത്തൽ. മുംബൈ ഇന്ത്യൻസ് സഹതാരങ്ങളായ ആൻഡ്രൂ സൈമൺസും ജെയിംസ് ഫ്രാങ്ക്ലിനും തന്നെ കെട്ടിയിട്ട് വായിൽ ടേപ്പ് ഒട്ടിച്ച് രാത്രി മുഴുവൻ മുറിയിൽ കിടത്തിയെന്നാണ് ചഹൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ IPL സീസണിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള 2 ടീമുകൾ ഉണ്ടെങ്കിൽ അത് ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായിരിക്കും. എന്നാൽ ഈ 2 ടീമുകളെയും തഴഞ്ഞ് പ്ലേ ഓഫ് സാധ്യതകൾ മുന്നോട്ട് വയ്ക്കുകയാണ് മുൻ ഇന്ത്യൻ ഓപ്പണർ വീരേന്ദ്ര സേവാഗ്. വീരുവിന്റെ പ്രവചനം ഞെട്ടലോടെയാണ് കായിക ലോകം കേട്ടത്. എന്തായിരിക്കാം വീരു അങ്ങനെ പ്രവചിക്കാൻ കാരണം? മുൻ താരങ്ങളും ക്രിക്കറ്റ് പ്രേമികളും പ്ലേ ഓഫിൽ ഏതൊക്കെ ടീമുകൾ എത്തുമെന്ന് പ്രവചിക്കുന്നത് സാധാരണ സംഭവമാണ്. ആവേശകരമായ IPL ആരംഭിക്കാനിരിക്കെ വൈറലാകുന്നത് സേവാഗിന്റെ പ്രവചനമാണ്. ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഇത്തവണത്തെ IPL സീസണിൽ പ്ലേ ഓഫ് കാണില്ല. ഇതാണ് വീരുവിന്റെ പ്രവചനം. കേട്ടപാടെ ഈ വർഷമെങ്കിലും കപ്പ് നേടുമെന്ന് വിശ്വസിച്ച് മുന്നോട്ടു പോകുന്ന ബാംഗ്ലൂർ ആരാധകർ നിരാശരായി. മുംബൈ ഇന്ത്യൻസ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, പഞ്ചാബ് കിങ്സ്, ലക്നൌ സൂപ്പർ ജയൻസ് എന്നീ ടീമുകൾക്കാണ് വീരു പ്ലേ ഓഫ് സാധ്യതകൾ കാണുന്നത്. അതിൽ കിരീടം നേടാൻ സാധ്യതയുള്ളത് മുംബൈക്കാണെന്നും സെവാഗ് പറഞ്ഞു വെക്കുന്നുണ്ട്. സെവാഗിന്റെ പ്രവചനത്തെ സ്വീകരിക്കുന്നവരും തള്ളിക്കളയുന്നവരുമുണ്ട്. എന്നാൽ ചെന്നൈ പ്ലേ ഓഫ് കാണില്ല എന്ന് പറഞ്ഞത് സെവാഗ് മാത്രമല്ല. ആദം ഗിൽക്രിസ്റ്റ്, രോഹൻ ഗവാസ്കർ, ഹർഷ ഭോഗ്ലെ, മനോജ് തിവാരി എന്നിവരെല്ലാം ചെന്നൈയെ തഴയുന്നുണ്ട്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. പുതിയ IPL സീസൺ ഇന്ന് തുടങ്ങുമ്പോൾ അടിമുടി മാറ്റവുമായാണ് 10 ടീമുകളും കളത്തിലിറങ്ങുന്നത്. 10ൽ 9 ക്യാപ്റ്റന്മാരും ഇന്ത്യൻ താരങ്ങളാണെന്ന പ്രത്യേകതയും ഇക്കുറിയുണ്ട്. നോക്കാം IPL നായകന്മാരെ. IPLിലെ നായകന്മാരുടെ ടീം എന്ന ബഹുമതി മുംബൈ ഇന്ത്യൻസിനാണ്. ഹർദിക് പാണ്ഡ്യയുടെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന മുംബൈയിൽ ഇന്ത്യൻ ക്യാപ്റ്റന്മാരുടെ സമ്മേളനമാണ്. 2020 ലോകകപ്പും ചാമ്പ്യൻസ് ട്രോഫിയും രാജ്യത്തിനായി നേടിയ രോഹിത് ശർമ്മ. 5 IPL ടൈറ്റിലുകളുടെ തിളക്കവും രോഹിത്തിനുണ്ട്. ഇന്ത്യൻ T20 നായകൻ സൂര്യകുമാർ യാദവ്, ടെസ്റ്റിൽ ഇന്ത്യയെ നയിച്ച ജസ്പ്രീത് ബുംറ, എമർജിംഗ് ടീമിന്റെ നായകനായിരുന്ന തിലക് വർമ്മ. അങ്ങനെ നീളുന്നു ആ പട്ടിക. ടൈറ്റിലുകളുടെ കാര്യത്തിൽ മുംബൈക്കൊപ്പം നിൽക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഓപ്പണർ ഋതുരാജ് ഗെയ്ക്വാദാണ് ടീമിനെ നയിക്കുന്നത്. കഴിഞ്ഞ സീസണിലാണ് MS ധോണിയിൽ നിന്ന് ഋതുരാജ് ക്യാപ്റ്റൻസി ഏറ്റെടുത്തത്. നിലവിൽ IPLിലെ സീനിയോറിറ്റി ഉള്ള നായകൻ സഞ്ജു സാംസൺ ആണ്. രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജു സാംസണ് ഇത് തുടർച്ചയായ 5ാം സീസണാണ്. നിലവിലെ ജേതാക്കളായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇക്കുറി സർപ്രൈസ് ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തത് ഇന്ത്യൻ സീനിയർ താരം അജിങ്ക്യ രഹാനെയാണ്. കൊൽക്കത്തയെ കഴിഞ്ഞ തവണ വിജയികളാക്കിയ ശ്രേയസ് അയ്യർ ഇത്തവണ കളം മാറി പഞ്ചാബ് ടീമിനെ നയിക്കുന്നു. നിലവിലെ റണ്ണേഴ്സപ്പായ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ തലപ്പത്ത് ഓസീസ് കരുത്തായ പാറ്റ് കമിൻസ് ആണ്. ഋഷഭ് പന്ത് ഒഴിച്ചിട്ട് പോയ നായകസ്ഥാനത്തേക്ക് ഡൽഹി കണ്ടെത്തിയത് ഇന്ത്യൻ ഓൾറൗണ്ടർ അക്സർ പട്ടേലിനെ. കന്നിക്കിരീടം ഇനിയും കിട്ടാക്കനിയായ വിരാട് കോഹ്ലിയുടെ ബാംഗ്ലൂരിനെ നയിക്കാൻ നിയോഗിച്ചിരിക്കുന്നത് ഇതുവരെ ഇന്ത്യക്കായി ഒരു അന്താരാഷ്ട്ര മത്സരം പോലും കളിച്ചിട്ടില്ലാത്ത രജത് പത്തീദാറാണ്. ഗുജറാത്ത് ടൈറ്റൻസിന്റെ നായകനായി ശുഭ്മൻ ഗിൽ തുടരുമ്പോൾ ഈ സീസണിലെ ഏറ്റവും വിലപിടിപ്പുള്ള താരമായി പൂനെയിലെത്തിയ ഋഷഭ് പന്ത് ലക്നൌ സൂപ്പർ ജയൻസിനെ നയിക്കും. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18.